മാജിക് പ്രാക്ടീസിന്റെ 25ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് പ്ലേലിസ്റ്റിൽ ചെന്ന് 1ാമത്തെ വീഡിയോ മുതൽ കണ്ട് പ്രാക്ടീസുകൾ തുടങ്ങേണ്ടതാണ്. ഇനി പ്രാക്ടീസ് തുടങ്ങി ആരെങ്കിലും ഇടയ്ക്ക് വെച്ച് മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് 3 ദിവസം പിറകിലേക്ക് പോയി അവിടെ നിന്നും പ്രാക്ടീസുകൾ വീണ്ടും തുടങ്ങേണ്ടതാണ്. റോണ്ട ബേണിൻ്റെ ദ മാജിക് എന്ന ബുക്കിനെ ആസ്പദമാക്കി നമ്മൾ നടത്തിവരുന്ന മാജിക് പ്രാക്ടീസ് ഇന്ന് 25ാം ദിവസത്തിൽ എത്തി നിൽക്കുന്നു. ഇന്ന് മാന്ത്രികതയെ തൊടുത്തുവിടേണ്ടത് എങ്ങനെയാണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. ആക്ച്വലി റോണ്ട ബേൺ ഇത് ജീവിതത്തെ ഒരു കളിയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു ഗെയിം പോലെയാണ് ജീവിതം എന്നാണ് പറയുന്നത്. നമുക്ക് ചുറ്റുമുള്ള മാന്ത്രികതയെ വീണ്ടും കണ്ടെത്താൻ നമ്മളും ഈ ഗെയിമിൽ ഭാഗഭാക്കാകേണ്ടതാണ്. റോണ്ട ബേണിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിശീലനമായിട്ടാണ് ഈ ഗെയിമിനെ റോണ്ട ബേൺ പറയുന്നത്. ഇത് നമ്മൾ പ്രപഞ്ചവുമായി കളിക്കുന്ന ഒരു കളിയാണ്. വളരെ രസകരമായിട്ടുള്ളൊരു കളി. ശരിക്കും പറഞ്ഞാൽ പ്രപഞ്ചത്തിലൊരു ശക്തിയുണ്ട്, അല്ലെങ്കിൽ ഈശ്വരനുണ്ട് എന്ന് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. ഈവൻ നിരീശ്വരവാദികളാണെങ്കിൽ പോലും പ്രപഞ്ചത്തിലൊരു ശക്തിയുണ്ട് എന്നുള്ളത്, നമുക്ക് അദൃശ്യമായൊരു ശക്തിയുണ്ടെന്നുള്ളത് ഭൂരിഭാഗം എല്ലാ ആളുകളും തന്നെ വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രപഞ്ച ശക്തി ഉള്ളപ്പോൾ ആ പ്രപഞ്ചശക്തി വളരെയധികം വിശാല ഹൃദയമുള്ളതും വളരെയധികം ശ്രദ്ധാലുവുമാണ് നമ്മുടെ എല്ലാം കാര്യത്തിൽ, അല്ലേ? പലപ്പോഴും നമുക്കങ്ങനെ തോന്നിയിട്ടില്ലേ? പല അനുഭവങ്ങളിലൂടെയും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും ജീവിതത്തിൽ നിങ്ങൾക്ക് നൽകാൻ പ്രപഞ്ചം തയ്യാറാണ്. പക്ഷെ പ്രപഞ്ചത്തിന് നിങ്ങളുടെ അടുത്തേക്ക് വെറുതെ നടന്നു വന്നതൊന്നും കൊണ്ടുതരാൻ സാധിക്കില്ല. പക്ഷെ പ്രപഞ്ചം മറ്റൊരു കാര്യം ചെയ്യുന്നുണ്ട്. അത് ആകർഷണ നിയമം ഉപയോഗിച്ച് നിങ്ങൾക്ക് ആവശ്യമായ ലക്ഷണങ്ങളും അടയാളങ്ങളും തന്ന് സഹായിക്കാൻ പ്രപഞ്ചത്തിന് സാധിക്കും. അത് പ്രപഞ്ചം വൃത്തിയായിട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും. അപ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങളെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവരണമെങ്കിൽ കൃതജ്ഞതയെ ഉൾക്കൊള്ളണമെന്ന് പ്രപഞ്ചത്തിന് അറിയാം. അപ്പം അതുകൊണ്ട് നിങ്ങൾ കൃതജ്ഞാലുവായിരിക്കാൻ വ്യക്തിപരമായ സൂചനകൾ നൽകി പ്രപഞ്ചം ഈ കളിയിൽ തൻ്റെ ഭാഗം കളിക്കും. അതിനായിട്ട് നമുക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങളെ, ആളുകളെ, നമുക്ക് ചുറ്റും ഒരു ദിവസം സംഭവിക്കുന്ന സംഭവങ്ങളെ എല്ലാം നമ്മൾ കൃതജ്ഞതയോടെ ഇരിക്കാനുള്ള മാന്ത്രിക അടയാളങ്ങളായിട്ടാണ് പ്രപഞ്ചം ഉപയോഗിക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ആംബുലൻസിൻ്റെ സൈറൻ നമ്മൾ കേൾക്കുകയാണെങ്കിൽ നമ്മളുടെ സമ്പൂർണ്ണ ആരോഗ്യത്തെപ്പറ്റി നമ്മൾ കൃതജ്ഞാലുവായിരിക്കേണ്ടതിനെ കുറിച്ചുള്ളൊരു സൂചനയാണ് പ്രപഞ്ചം നമുക്ക് തരുന്നത്. നമ്മളൊരു പോലീസ് വാഹനം കാണുകയാണെങ്കിൽ നമ്മുടെ സുരക്ഷയും ക്ഷേമത്തെയും പറ്റി നന്ദി പ്രകാശിപ്പിക്കാനുള്ള സൂചനയായിട്ടാണ് അതിനെ കാണേണ്ടത്. ആരെങ്കിലും പത്രം വായിക്കുന്നത് നമ്മൾ കണ്ടാൽ നല്ല വാർത്തകൾക്കായി നന്ദി പ്രകാശിപ്പിക്കാനുള്ള മാന്ത്രിക അടയാളമായിട്ട് വേണം അതിനെ കാണാൻ. നിങ്ങളുടെ ശരീരഭാരം നിങ്ങൾ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ശരീരഭാരത്തോട് കൂടിയുള്ള ഒരു വ്യക്തിയെ, അത് നല്ല രീതിയിലുള്ള ഒരു വ്യക്തിയെ കാണുമ്പോൾ ആ ശരീരഭാരം കൂടെയുള്ള വ്യക്തി, അത്രയും ശരീരഭാരം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞതിനെന്ന പോലെ നന്ദി മനസ്സിൽ പ്രകാശിപ്പിക്കണം. അതിതീവ്രമായി പ്രണയിക്കുന്ന ദമ്പതികളെ കാണുകയാണെങ്കിൽ അത് പരിപൂർണ പങ്കാളിക്ക് കൃതജ്ഞത പ്രകാശിപ്പിക്കാനുള്ള മാന്ത്രിക അടയാളമായിട്ട് വേണം നിങ്ങളതിനെ കാണാൻ. ഇനി നിങ്ങളൊരു കുടുംബം ആഗ്രഹിക്കുകയാണെങ്കിൽ, നിങ്ങൾ കുഞ്ഞുങ്ങളെയും കുട്ടികളെയും കാണുമ്പോൾ കുട്ടികളെക്കുറിച്ച് കൂടുതൽ കൃതജ്ഞതയോടെ ഇരിക്കാനുള്ള മാന്ത്രിക സൂചനയാണത്. നിങ്ങൾ ബാങ്കിൻ്റെയോ ATMൻ്റെ അടുത്തുകൂടി പോകുകയാണെങ്കിൽ സമ്പത്തിനെ പറ്റി കൃതജ്ഞതയോടെ ഇരിക്കാനുള്ള മാന്ത്രിക അടയാളമാണത്. നിങ്ങൾ വീട്ടിലെത്തുമ്പോൾ വീടിനെ കുറിച്ച് കൃതജ്ഞതയോടെ ഇരിക്കാനുള്ള മാന്ത്രിക അടയാളമായിട്ട് കാണണം. ഒരു കപ്പ് കാപ്പി കുടിക്കാൻ അയൽക്കാരൻ നമ്മളെ ക്ഷണിക്കുകയാണെങ്കിൽ അവർക്ക് നന്ദി പറയണം. റോഡിനപ്പുറം നിൽക്കുന്ന അയൽക്കാരൻ നമ്മളെ കൈവീശി കാണിക്കുകയാണെങ്കിൽ ആ അയൽക്കാരനോട് കൃതജ്ഞത പ്രകാശിപ്പിക്കാനുള്ള മാന്ത്രിക സൂചനയായിട്ട് വേണം അതിനെ കാണാൻ. നിങ്ങളുടെ സ്വപ്നത്തിലുള്ള വീടോ കാറോ ബൈക്കോ ഷൂസോ കമ്പ്യൂട്ടറോ എന്തു തന്നെ ആവട്ടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ, അതെല്ലാം നിങ്ങളുടെ പട്ടികയിലുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹത്തിന് ഇപ്പോൾ കൃതജ്ഞതയോടെ ഇരിക്കാൻ ഉള്ള പ്രപഞ്ചത്തിൻ്റെ മാന്ത്രിക അടയാളമാണത്. നിങ്ങളൊരു പുതിയ ദിവസം ആരംഭിക്കുമ്പോൾ ആരെങ്കിലും നിങ്ങളോട് ഗുഡ് മോർണിംഗ് എന്ന് പറയുകയാണെങ്കിൽ ആ മോർണിംഗിനോട് അല്ലെങ്കിൽ പ്രഭാതത്തിനോട് നിങ്ങൾ കൃതജ്ഞതയോടെ ഇരിക്കാനുള്ള മാന്ത്രിക സൂചനയാണത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ കൃതജ്ഞതയോടെ ഇരിക്കാൻ പരിധിയില്ലാത്ത വിധം സർഗാത്മക വഴികളിലൂടെ പ്രപഞ്ചം മാന്ത്രികത നിങ്ങളിലേക്ക് തൊടുത്തു വിടുന്നുണ്ടെന്ന്.
നിങ്ങൾ ആ മാന്ത്രിക സൂചനയെ തെറ്റിദ്ധരിക്കുകയോ തെറ്റായ ഒരു സൂചന നിങ്ങൾക്ക് ലഭിക്കുകയോ ഇല്ല. നിങ്ങൾ കൃത്യമായിട്ട് കൃതജ്ഞത പരിശീലിക്കുകയാണെങ്കിൽ. പ്രപഞ്ചം ആകർഷണ നിയമം ഉപയോഗിക്കുന്നത് നിങ്ങളെ മാന്ത്രികമായി ഉണർത്താനാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലായ്പ്പോഴും നിങ്ങൾക്ക് ആ നിമിഷം കൃതജ്ഞതയോടെ ഇരിക്കാൻ വേണ്ട കൃത്യമായ സൂചനകളാണ് നിങ്ങൾ ആകർഷിക്കുന്നത്. ഇത് നമ്മൾ ആദ്യം പരിശീലിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ പരിശീലിച്ച് തുടങ്ങിയാൽ മാന്ത്രികതയെ തൊടുത്തുവിടുന്നതിന് നമുക്ക് കൃത്യമായിട്ട് ഗെയിമിൽ നമുക്കും കളിക്കാൻ സാധിക്കും. പരിശീലനം കൊണ്ട് പ്രപഞ്ചം നമുക്ക് നൽകുന്ന എല്ലാ അടയാളങ്ങളെയും ഓട്ടോമാറ്റിക്കായി തന്നെ നമുക്ക് കാണാൻ കഴിയും. അതിലോരോന്നിനും നമ്മൾ നന്ദി പറഞ്ഞു തുടങ്ങുമ്പോൾ കൃതജ്ഞതയുടെ മാന്ത്രികത നമുക്ക് വേണ്ടി ചലിക്കാൻ തുടങ്ങും. നമ്മളെ ഒരാൾ ഫോണിലൂടെ വിളിക്കുകയാണെങ്കിൽ അവനോ അവൾക്കോ നമ്മൾ നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ആ ഫോൺ കോൾ നമുക്ക് വരുന്നത്. എപ്പോഴെങ്കിലും ഒരാൾ ഇന്ന് എത്ര മനോഹരമായ ദിവസമാണല്ലേ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ജീവിക്കുന്ന സ്ഥലത്തെ കാലാവസ്ഥയോടും മറ്റൊരു നല്ല ദിനത്തിനോടും കൃതജ്ഞത പ്രകാശിപ്പിക്കാനുള്ള പ്രേരകമാണത്. നമ്മുടെ ഏതെങ്കിലും ഒരു വീട്ടുപകരണം പൊട്ടിപ്പോവുകയോ നശിപ്പിക്കപ്പെട്ടു പോവുകയോ ചെയ്യുകയാണെങ്കിൽ ബാക്കി നന്നായി വർക്ക് ചെയ്യുന്ന എല്ലാ ഉപകരണങ്ങൾക്കും നന്ദി പറയേണ്ട സമയമാണത്. നമ്മുടെ തോട്ടത്തിലെ ഏതെങ്കിലും ഒരു ചെടി നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിലാണെങ്കിൽ മറ്റ് എല്ലാ നല്ല ചെടികൾക്കും നമ്മൾ നന്ദി പറയേണ്ട സമയമാണത്. നമുക്ക് തപാലിലൊരു കത്ത് ലഭിക്കുകയാണെങ്കിൽ തപാൽ സർവീസിന് നമ്മൾ നന്ദി പറയേണ്ടതാണ്. ആരെങ്കിലും ഒരാൾ എന്നോട് ATM-ൽ പോകണമെന്ന് പറയുകയോ ATM-ന്റെ മുന്നിൽ ആളുകൾ ക്യൂ നിൽക്കുകയോ ചെയ്യുമ്പോൾ പണത്തിന് വേണ്ടിയിട്ട് ഞാൻ കൃതജ്ഞത അർപ്പിക്കേണ്ട സമയമാണത്. ഒരാൾ ആരോഗ്യമില്ലാതെ അല്ലെങ്കിൽ രോഗാവസ്ഥയിൽ ഇരിക്കുന്നത് ഞാൻ കാണുകയാണെങ്കിൽ അയാളുടെ ആരോഗ്യത്തിനും എൻ്റെ ആരോഗ്യത്തിനും ഞാൻ കൃതജ്ഞത അർപ്പിക്കേണ്ട സമയമാണത്. അതിരാവിലെ നമ്മൾ ജനലുകൾ തുറന്ന് പുതിയൊരു ദിവസത്തെ കാണുമ്പോൾ നമ്മൾ ആ ഒരു പുതിയ ദിവസത്തിന് നന്ദി പറയേണ്ട സമയമാണ്. രാത്രിയിൽ നമ്മൾ ആ ജനലുകൾ അടയ്ക്കുമ്പോൾ അന്ന് അത്രയേറെ മികച്ചൊരു ദിവസം നമുക്ക് ലഭിച്ചതിന് നന്ദി പറയേണ്ട സമയമാണത്. ഇങ്ങനെ മാന്ത്രികതയെ തൊടുത്തുവിടുന്ന കളിയിൽ ഏർപ്പെടാൻ നിങ്ങൾ ആകെ ചെയ്യേണ്ടത് പ്രപഞ്ചം നൽകുന്ന 7 മാന്ത്രിക സൂചനകളെ കുറിച്ച് ജാഗ്രതയോടെ ഇരിക്കുക. ഓരോ സൂചനയ്ക്കും പ്രത്യേകം നന്ദി പറയുക. കൃതജ്ഞത ഒരിക്കലും അമിതമാവില്ല. 7 എണ്ണം എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നമ്മുടെ പ്രാക്ടീസ് തുടങ്ങുമ്പോൾ മിനിമം 7 എണ്ണം എന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. കാരണം നമ്മൾ ഓരോന്നും കണ്ടുപിടിച്ച് അതിന് നന്ദി പറഞ്ഞു തുടങ്ങുമ്പോൾ ആദ്യം 7-ൽ തുടങ്ങിക്കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ട് നമുക്ക് അത് 7 എന്നല്ല എത്ര വേണമെങ്കിലും നമുക്ക് ഉയർത്താവുന്നതാണ്. കാരണം ഇതൊരു ഗെയിമാണ്. ആ ഗെയിമിൽ കൃതജ്ഞത ഒരിക്കലും അമിതമാവില്ല. നമുക്ക് എത്ര വേണമെങ്കിലും കൂട്ടാം. നമ്മൾ തുടങ്ങുന്നത് 7-ൽ നിന്നാണെന്ന് മാത്രം. എനിക്ക് അമിതവണ്ണമുണ്ട് എന്നിരിക്കെ എൻ്റെ ശരീരഭാരം കൃത്യമായിട്ട് എത്രയാണോ എനിക്ക് വേണ്ടത് ഉള്ള ഒരാളെ ഞാൻ മുൻപിൽ കാണുമ്പോൾ എൻ്റെ കൃത്യമായ ശരീരഭാരത്തിന് ഞാൻ നന്ദി അർപ്പിച്ചേ മതിയാകും. അപ്പോൾ ഞാൻ ആ ശരീരഭാരത്തിലേക്ക് എത്രയും വേഗം എത്തിച്ചേരും. 24 ദിവസമായിട്ട് മുടങ്ങാതെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് പ്രപഞ്ചം നൽകുന്ന സൂചനകളെ തിരിച്ചറിയാൻ വളരെ വേഗം സാധിക്കും. അപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന എല്ലാ സൂചനകളെയും നിങ്ങൾക്ക് കൃതജ്ഞത കൊണ്ട് നിറയ്ക്കാൻ സാധിക്കും. കൃതജ്ഞതയുടെ മാന്ത്രിക ശക്തിയുടെ പല ഗുണങ്ങളിലൊന്ന് അത് നിങ്ങളെ ഉണർത്തുന്നു എന്നതാണ്. കൂടുതൽ ജാഗ്രതയോടെയും അവബോധത്തോടെയും ഇരിക്കാൻ. നിങ്ങൾ കൂടുതൽ ജാഗ്രതയും അവബോധവുമുള്ളയാളായി തീരുമ്പോൾ നിങ്ങൾ കൂടുതൽ കൃതജ്ഞാലുവാകുന്നു. അപ്പോൾ കൂടുതൽ എളുപ്പത്തിൽ നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളെ ആകർഷിക്കുന്നു. അപ്പോൾ പ്രപഞ്ചം മാന്ത്രികതയെ തൊടുത്തുവിടുകയും ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ മാന്ത്രിക പരിശീലനം വളരെ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ നമ്മുടെ ലഭിച്ച 10 അനുഗ്രഹങ്ങൾ എണ്ണുക. ആ 10 അനുഗ്രഹങ്ങളുടെ പട്ടിക തയ്യാറാക്കുക. എന്തുകൊണ്ട് കൃതജ്ഞതാലുവായിരിക്കുന്നു എന്ന് എഴുതുക. പട്ടിക ആവർത്തിച്ച് വായിക്കുക. ഓരോ അനുഗ്രഹത്തിനും ഒടുവിൽ നന്ദി 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 എന്ന് പറയുക. അത് കഴിയാവുന്നത്ര ഹൃദയമാന്ത്രികത ഉൾക്കൊണ്ടുകൊണ്ട് വേണം നന്ദി പറയാനായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് ശ്രദ്ധ പുലർത്തുക. ഈ ദിവസം നമുക്കുണ്ടാവുന്ന സംഭവങ്ങളിൽ നിന്ന് കുറഞ്ഞത് 7 കൃതജ്ഞതാ സൂചകങ്ങൾ എടുക്കുക. കുറഞ്ഞതാണ് 7 എണ്ണം. നമുക്ക് കൂടുതൽ കിട്ടുകയാണെങ്കിൽ കൂടുതൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ആ ഓരോ സൂചകങ്ങൾക്കും ഇപ്പോൾ ഒരാൾ നമ്മളോട് ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ പുതിയൊരു പ്രഭാതവും പുതിയൊരു ദിവസവും നമുക്ക് നൽകിയതിന് നമ്മൾ നന്ദി പ്രകാശിപ്പിക്കുക. അങ്ങനെ നമുക്ക് മുന്നിൽ വരുന്ന ഓരോ സൂചനകൾക്കും നമ്മൾ പ്രപഞ്ചത്തിനോട് നമ്മുടെ ആ മാന്ത്രിക ശക്തി തൊടുത്തു വിട്ടുകൊണ്ട്, അതായത് പ്രപഞ്ചം നമ്മളിലേക്ക് സൂചന തരുമ്പോൾ നമ്മൾ തിരിച്ച് അത്രയും ഹൃദയത്തിൽ നിന്ന് കൃതജ്ഞത പ്രകാശിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതം കൂടുതൽ 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 അനുഗ്രഹിക്കപ്പെടുകയാണ്.
അവസാനമായി ഇന്ന് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായി നമ്മുടെ മാന്ത്രിക കല്ല് കയ്യിലെടുക്കുക. അന്നേ ദിവസം നിങ്ങൾക്കുണ്ടായ ഏറ്റവും മികച്ച കാര്യത്തിന് മാന്ത്രിക വാക്കായ നന്ദി രേഖപ്പെടുത്തുക. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അതിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. അതുകൂടാതെ കൂടുതൽ പോസിറ്റീവ് തോട്ട്സും ഫ്രീ ക്ലാസ്സുകളും വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭിക്കുന്നതാണ്. കൂടുതൽ ഇൻഫർമേഷൻസ് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക. താങ്ക് യു ഓൾ. ലവ് യു ഓൾ.